നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ എറണാകുളം ജില്ലയിലെ തൃക്കാക്കര, വൈപ്പിൻ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കേരളത്തിന്റെ വളർച്ചയുടെ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന ഐടിയുടെയും ഭരണത്തിന്റെയും സ്ഥിരാകേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന ഒരു ഭൂമിക, അതാണ് തൃക്കാക്കര നിയോജക മണ്ഡലം. ഇതിന്റെ ഘടന തന്നെ ഇതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. കണയന്നൂർ താലൂക്കിലെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും അതേ താലൂക്കിലെ തന്നെ കൊച്ചി കോർപ്പറേഷന്റെ ഹൃദയഭാഗത്തുള്ള 22 വാർഡുകളും ചേർന്നതാണ് ഈ മണ്ഡലം. പൊന്നുരുന്നി, വൈറ്റില, പാലാരിവട്ടം, വെണ്ണല, ഇടപ്പള്ളി, കടവന്ത്ര, പനമ്പള്ളി നഗർ, തമ്മനം, ചക്കരപ്പറമ്പ്, പോണേക്കര തുടങ്ങി കൊച്ചി നഗരത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ സ്പന്ദനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന വാർഡുകളാണ് ഇവ. ഒരു വശത്ത് ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റിയും ഉൾക്കൊള്ളുന്ന ടെക്നോളജി ഹബ്, മറുവശത്ത് എറണാകുളം ജില്ലയുടെ ഭരണസിരാ കേന്ദ്രം, ഒപ്പം അതിവേഗം വളരുന്ന റെസിഡൻസ് ഏരിയയും വാണിജ്യ സ്ഥാപനങ്ങളും. ഈ അഭൂതപൂർവമായ വളർച്ച വലിയ സാധ്യതകൾ തുറന്നിടുമ്പോൾ തന്നെ ഗതാഗതക്കുരുക്ക്, ഊർജാവശ്യകത, മാലിന്യ നിർമ്മാർജ്ജനം, പാർപ്പിട സൗകര്യം തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ വെല്ലുവിളികളും ഉയരുന്നുണ്ട്. ഈ വെല്ലുവിളികളെ അതിജീവിച്ച് സുസ്ഥിരമായ ഒരു വികസന മാതൃക കെട്ടിപ്പടുക്കാൻ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിയേ തീരൂ. ഇത്രയധികം സജീവവും തന്ത്രപ്രധാനവുമായ തൃക്കാക്കരയുടെ ഭാവി വാർത്തെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ അഭിമാന സംരംഭമായ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി എങ്ങനെയാണ് ഒരു നിർണായക പങ്കാളിയാകുന്നത്? നഗരത്തിന്റെ സിരകളെ പുനർജീവിപ്പിക്കുന്ന കനാൽ പദ്ധതികൾ മുതൽ 24 മണിക്കൂറും വൈദ്യുതി ഉറപ്പാക്കുന്ന പവർ പ്രൊജക്റ്റുകൾ വരെ, സാംസ്കാരിക കേന്ദ്രങ്ങൾ മുതൽ സ്കിൽ ഡെവലപ്മെന്റ് സംരംഭങ്ങൾ വരെ, കിഫ്ബി തൃക്കാക്കരയിൽ നടത്തുന്ന ബഹുമുഖമായ ഇടപെടലുകളെക്കുറിച്ചും അവ ഈ നാടിന്റെ, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. നമ്മളുടെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലും അനുവദിച്ച 5 കോടി രൂപയുടെ ഒരു പദ്ധതി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് എടപ്പള്ളിയിലും, അതുപോലെ തന്നെ 3 കോടിയുടെ പദ്ധതി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് വെണ്ണലയിലും ലഭിക്കുകയുണ്ടായി. അത് പദ്ധതി വളരെ നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ്. കൂടാതെ ഉണ്ടായത് വൈറ്റില മേൽപ്പാലം ഫ്ലൈ ഓവറാണ്. അത് കേരളത്തിലെ എല്ലാ ജനതയ്ക്കും യാത്രയ്ക്ക് വലിയ ഉപകാരമുണ്ടാക്കുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ അത് പര്യവസാനിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് KSEBയുടെ ട്രാൻസ്ഗ്രിഡ് പദ്ധതിയാണ്. അത് എൻ്റെ മണ്ഡലത്തിലെ തൃക്കാക്കരയിലെ തുതിയൂരിൽ നിന്നും പാലാരിവട്ടത്ത് സബ്സ്റ്റേഷൻ വരെയാണ് അത് ട്രെഞ്ചിട്ടിട്ട് എറണാകുളം ജില്ലയ്ക്ക് മൊത്തം സഹായകമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വേഗം പകർന്ന ഒരു ഇന്നോവേറ്റീവ് ഫണ്ടിംഗ് മോഡൽ. സംസ്ഥാനത്തിന്റെ വലിയ ദീർഘകാല അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ആവശ്യമായ ഭീമമായ തുക സാധാരണ ബജറ്റ് വരുമാനത്തെ മാത്രം ആശ്രയിക്കാതെ പ്രത്യേക മാർഗത്തിലൂടെ കണ്ടെത്തുന്നു. ഇങ്ങനെ കണ്ടെത്തുന്ന പണം കൃത്യമായ പഠനങ്ങളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പദ്ധതികൾക്ക് ഓരോ മേഖലയിലെയും വൈദഗ്ധ്യമുള്ള സർക്കാർ ഏജൻസികൾ അഥവാ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകൾ വഴി കൈമാറുന്നു. പദ്ധതികളുടെ നിർവഹണം ഓൺലൈനായി നിരീക്ഷിക്കാനും ഗുണനിലവാരം ഉറപ്പാക്കാനും കർശനമായ സംവിധാനങ്ങളുണ്ട്. ഇനി കിഫ്ബി തൃക്കാക്കരയിൽ നടപ്പാക്കുന്ന പദ്ധതികളിലേക്ക്. ഒരു കാലത്ത് കൊച്ചിയുടെ ജലപാതകളായിരുന്ന, എന്നാൽ ഇന്ന് പലയിടത്തും മാലിന്യം നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട കനാലുകൾ നഗരത്തിന് ശാപമായി മാറിയിട്ടുണ്ട്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കനാലുകളെ പുനരുജ്ജീവിപ്പിച്ച് കൊച്ചി വാട്ടർ മെട്രോയുമായി ബന്ധിപ്പിച്ച് ഒരു സംയോജിത ജലഗതാഗത ശൃംഖല യാഥാർത്ഥ്യമാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് കിഫ്ബിക്ക് മുന്നിലുള്ളത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഈ ബൃഹത് പദ്ധതിയുടെ നോഡൽ ഏജൻസി. അർബൻ റീജനറേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ കൊച്ചിൻ എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി തൃക്കാക്കര മണ്ഡലത്തിലൂടെയും അതിൻ്റെ അതിർത്തികളിലൂടെയും കടന്നുപോകുന്ന ഇടപ്പള്ളി, ചിലവന്നൂർ കനാലുകളുടെ നവീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്.
ചിലവന്നൂർ കനാലുമായി ബന്ധിപ്പിക്കുന്ന ഈ പ്രധാന കനാലിൽ അടിഞ്ഞുകൂടിയ ചെളിയും എക്കലും മാലിന്യവും നീക്കം ചെയ്ത് ആഴം കൂട്ടി നീരൊഴുക്ക് സുഗമമാക്കുന്ന ഈ പ്രവൃത്തിക്ക് കിഫ്ബി 8,40,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഇത് വൈറ്റില, ചമ്പക്കര, പൊന്നുരുന്നി തുടങ്ങിയ കോർപ്പറേഷൻ വാർഡുകളിലെ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സഹായിക്കും. ഇടപ്പള്ളി കനാൽ ഡ്രിഡ്ജിംഗ്, ചിലവന്നൂർ കനാൽ ഫണ്ട് ആക്ടിവേഷൻ തുടങ്ങിയ പദ്ധതികളെല്ലാം നിലവിൽ കിഫ്ബിയുടെ വിശദമായ പരിശോധനയിലും പരിഗണനയിലുമാണ്. ഇവയ്ക്ക് അംഗീകാരം ലഭിച്ച് പ്രവർത്തനമായാൽ റോഡിലെ ഗതാഗതക്കുരുക്കിന് ആശ്വാസമായി കുറഞ്ഞ ചെലവിൽ കനാലുകളിലൂടെ യാത്ര ചെയ്യാനും കനാൽ തീരങ്ങൾ മനോഹരമായ നടപ്പാതകളും വിശ്രമ കേന്ദ്രങ്ങളുമായി മാറ്റാനും സാധ്യത തെളിയും. തിരക്കേറിയ നഗരജീവിതത്തിൽ അല്പം ആശ്വാസം നൽകുന്ന ഇടങ്ങളാണ് നല്ല നടപ്പാതകളും പാർക്കുകളും മനോഹരമായ പൊതു ഇടങ്ങളും. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി വഴി കിഫ്ബി നടപ്പാക്കുന്ന അർബൻ റിജുവിനേഷൻ ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ സ്കീം കൊച്ചി സിറ്റി എന്ന പദ്ധതി തൃക്കാക്കര മണ്ഡലത്തിലെ കൊച്ചി കോർപ്പറേഷൻ വാർഡുകൾക്ക് ഒരു പുതിയ മുഖം നൽകാൻ ലക്ഷ്യമിടുന്നു. നടപ്പാതകൾ ഭംഗിയാക്കുക, വിശ്രമിക്കാനും വ്യായാമം ചെയ്യാനും സൗകര്യങ്ങൾ ഒരുക്കുക, നഗരത്തിന് ആകർഷകത്വം നൽകുക എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. 5,54,00,000 രൂപ അനുവദിച്ച ഈ പദ്ധതിയിൽ 1,25,00,000 രൂപ കൈമാറിക്കഴിഞ്ഞു. പനമ്പള്ളി നഗർ, കടവന്ത്ര, ഗിരിനഗർ തുടങ്ങിയ വാർഡുകളിലെ താമസക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. വിനോദത്തിനും സാംസ്കാരിക വിനിമയത്തിനുമുള്ള സാധ്യതകൾ ഒരു നഗരത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. തൃക്കാക്കര, പ്രത്യേകിച്ച് കാക്കനാട് മേഖല ഒരു സാംസ്കാരിക കേന്ദ്രമായി കൂടി വളരേണ്ടതുണ്ട്. ഈ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മുൻകൈയെടുത്ത് കാക്കനാട് നിർമ്മിക്കുന്ന ആധുനിക മൾട്ടിപ്ലക്സ് നിലവാരത്തിലുള്ള സിനിമാ തിയേറ്റർ കോംപ്ലക്സ്. ഇതിനായി കിഫ്ബി 22,33,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. സ്വകാര്യ മൾട്ടിപ്ലക്സുകളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിൽ എന്നാൽ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടെ സിനിമ ആസ്വദിക്കാനുള്ള അവസരം ഇത് ജനങ്ങൾക്ക് നൽകും. ഇൻഫോ പാർക്കിലെയും സ്മാർട്ട് സിറ്റിയിലെയും ജീവനക്കാർക്കും കാക്കനാടും സമീപ പ്രദേശങ്ങളിലുമുള്ള താമസക്കാർക്കും ഇതൊരു വലിയ സന്തോഷ വാർത്തയാണ്. മാറുന്ന ലോകത്തിനനുസരിച്ച് നമ്മുടെ പൊതുവിദ്യാലയങ്ങളും മാറണം. ഏറ്റവും മികച്ച പഠനാന്തരീക്ഷവും ആധുനിക സാങ്കേതിക സൗകര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്നത് കിഫ്ബിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇൻകെൽ ലിമിറ്റഡ് എന്ന ഏജൻസി വഴി നടപ്പാക്കുന്ന എറണാകുളം ഇടുക്കി ഫേസ് 3 ക്ലസ്റ്റർ പദ്ധതിക്ക് കീഴിൽ തൃക്കാക്കര മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് വലിയ പ്രയോജനമാണ് ലഭിക്കുന്നത്. 9 കോടി രൂപ അനുവദിച്ച ഈ പദ്ധതിയിൽ 8,21,00,000 രൂപയും ഇതിനകം സ്കൂളുകളിലെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി കൈമാറിക്കഴിഞ്ഞു. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഡിജിറ്റൽ പഠനോപകരണങ്ങൾ, നവീകരിച്ച ലാബുകൾ, ലൈബ്രറികൾ, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെ ഉറപ്പാക്കുന്നു. ഇത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നേടാനും സഹായിക്കുന്നു. പൊതുജനാരോഗ്യ രംഗത്തെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ നമ്മുടെ ആരോഗ്യ സംവിധാനം സജ്ജമായിരിക്കണം. കോവിഡ് പോലുള്ള മഹാമാരികൾ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് കിഫ്ബി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ആവശ്യമായ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോട് കൂടിയ ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്നത്. 236 കോടി രൂപയുടെ ഈ ബൃഹത് പദ്ധതിയുടെ പ്രയോജനം തൃക്കാക്കര മണ്ഡലത്തിലെ പ്രധാന സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിനും ലഭിക്കും. ഇത് പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ രോഗികൾക്ക് വിദഗ്ധ ചികിത്സ നൽകാനും രോഗം മറ്റുള്ളവരിലേക്ക് പടരുന്നത് തടയാനും അത്യാവശ്യമായ ഒരു കരുതൽ സംവിധാനമാണ്. കേരളത്തിന്റെ IT ഹബ് എന്ന നിലയിൽ തൃക്കാക്കരയിലെ യുവജനങ്ങൾക്ക് ഏറ്റവും പുതിയ തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ പലപ്പോഴും വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള നൈപുണ്യവും പഠിച്ചിറങ്ങുന്നവരുടെ കഴിവും തമ്മിൽ ഒരു വിടവ് ഉണ്ടാകാറുണ്ട്. സ്കിൽ ഗ്യാപ്പ് എന്ന ഈ വിടവ് നികത്താനും പ്രാദേശികമായി തന്നെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും യുവജനങ്ങളെ പുതിയ കാലത്തെ ജോലികൾക്ക് സജ്ജരാക്കാനും ലക്ഷ്യമിടുന്ന കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ ആവിഷ്കരിച്ച ഡെവലപ്പിംഗ് സ്കിൽ ഇക്കോസിസ്റ്റം പദ്ധതിക്ക്
കിഫ്ബി 27,50,00,000 രൂപയുടെ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് തൃക്കാക്കരയിലെ യുവതലമുറയ്ക്ക് ഇൻഡസ്ട്രിക്ക് അനുയോജ്യമായ പരിശീലനം നേടാനും ഇൻഫോ പാർക്കിലും സ്മാർട്ട് സിറ്റിയിലുമുള്ള ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും വലിയ സഹായമാകും. ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റിയും പ്രവർത്തിക്കുന്നത് 24x7 അടിസ്ഥാനത്തിലാണ്. ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ, സെർവറുകൾ, ഡാറ്റാ സെന്ററുകൾ, കൂളിംഗ് സിസ്റ്റങ്ങൾ ഇവയ്ക്കെല്ലാം ഒരു നിമിഷം പോലും തടസ്സമില്ലാത്ത ഉയർന്ന നിലവാരത്തിലുള്ള വൈദ്യുതി കൂടിയേ തീരൂ. ഒപ്പം വർദ്ധിച്ചു വരുന്ന പാർപ്പിട ആവശ്യങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും. തൃക്കാക്കരയുടെ ഈ ഭീമമായ ഊർജ്ജാവശ്യം നിറവേറ്റാൻ നിലവിലെ സംവിധാനം മാത്രം മതിയാകില്ല. ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് KSEBL ട്രാൻസ്ഗ്രിഡ് വഴി കിഫ്ബി കൊച്ചി ലൈൻസ് പാക്കേജ് എന്ന അതിബൃഹത്തായ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏകദേശം 373 കോടി രൂപയുടെ ഈ പദ്ധതിക്ക് 353 കോടി രൂപയിലധികവും കിഫ്ബി കൈമാറിക്കഴിഞ്ഞു എന്നത് പദ്ധതിയുടെ അടിയന്തര പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഇതിലൂടെ പുതിയ ഉയർന്ന ശേഷിയുള്ള ലൈനുകൾ സ്ഥാപിക്കുകയും കാക്കനാട് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ആധുനിക ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷനുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇത് വൈദ്യുതി പ്രസരണത്തിലെ നഷ്ടം കുറയ്ക്കും, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഒഴിവാക്കും. ഭാവിയിലെ 10 മടങ്ങ് വർദ്ധിക്കുന്ന ഊർജ്ജ ആവശ്യകതയെ പോലും നേരിടാൻ തൃക്കാക്കരയെയും കൊച്ചിയെയും സജ്ജമാക്കും. ഒരു നഗരം വളരുമ്പോൾ നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് ശുദ്ധജല ലഭ്യത. തൃക്കാക്കരയിലെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും കെട്ടിടങ്ങളും കണക്കിലെടുക്കുമ്പോൾ നിലവിലുള്ള ജലവിതരണ ശൃംഖല മാത്രം ഭാവിയിൽ മതിയാകില്ല. ഈ പ്രശ്നം മുൻകൂട്ടി കണ്ട് കേരള വാട്ടർ അതോറിറ്റി വഴി നടപ്പാക്കുന്ന കൊച്ചി PH സർക്കിൾ പദ്ധതിക്ക് കിഫ്ബി 24,97,00,000 രൂപയുടെ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് ഈ മേഖലയിലെ ജലവിതരണം പൈപ്പ് ലൈൻ ശൃംഖലയെ നവീകരിക്കുന്നതിനും സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി തൃക്കാക്കരയിലെ എല്ലാ ഭാഗങ്ങളിലും ആവശ്യത്തിന് ശുദ്ധജലം എത്തിക്കുന്നതിനും സഹായിക്കും. അപ്പോൾ ഈ പദ്ധതികളെല്ലാം ഒരുമിച്ച് വിശകലനം ചെയ്യുമ്പോൾ കിഫ്ബി തൃക്കാക്കരയിൽ നടത്തുന്ന ഇടപെടൽ എത്രമാത്രം സമഗ്രവും ദീർഘവീക്ഷണത്തോടെയുള്ളതാണെന്നും നമുക്ക് കാണാം. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ 370 കോടിയിലധികം രൂപ, നഗരത്തെ പുനരുജ്ജീവിപ്പിക്കാനും പുതിയ ഗതാഗത മാർഗം തുറക്കാനും ലക്ഷ്യമിട്ടുള്ള കനാൽ പദ്ധതികൾ, സാംസ്കാരിക ഉന്നമനത്തിനായി ഒരു സിനിമാ കോംപ്ലക്സ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണം, ആരോഗ്യരംഗത്തെ കരുതൽ, യുവജനങ്ങൾക്ക് തൊഴിൽ നേടാൻ നൈപുണ്യ പരിശീലനം, നഗര സൗന്ദര്യവൽക്കരണം, കുടിവെള്ളം, ഇങ്ങനെ ഒരു ആധുനിക നഗരത്തിന് ആവശ്യമായ ഒട്ടുമിക്ക മേഖലകളിലും കിഫ്ബിയുടെ സാമ്പത്തിക സഹായം എത്തുന്നു. ഈ നിക്ഷേപം തൃക്കാക്കരയെ അടുത്ത തലമുറയ്ക്ക് കൂടി അഭിമാനിക്കാവുന്ന ഒരു സ്മാർട്ട് സുസ്ഥിര നഗരമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവയ്ക്കും. ചുരുക്കത്തിൽ കേരളത്തിന്റെ IT തലസ്ഥാനവും കൊച്ചിയുടെ വളരുന്ന ഹൃദയവുമായ തൃക്കാക്കരയുടെ ഭാവി ശോഭനമാക്കുന്നതിൽ കിഫ്ബി ഒരു നിർണായക ചാലക ശക്തിയായി മാറുകയാണ്. ഊർജം, ഗതാഗതം, നഗര പുനരുജ്ജീവനം, വിദ്യാഭ്യാസം, ആരോഗ്യം, സംസ്കാരം, നൈപുണ്യ വികസനം, കുടിവെള്ളം തുടങ്ങി ഒരു ആധുനിക സ്മാർട്ട് നഗരത്തിന് ആവശ്യമായ സമസ്ത മേഖലകളിലും കിഫ്ബി അതിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. ഈ നിക്ഷേപങ്ങൾ തൃക്കാക്കരയെ കേരളത്തിന്റെ ഏറ്റവും മികച്ച താമസ തൊഴിൽ നിക്ഷേപ കേന്ദ്രങ്ങളിലൊന്നായി ഉയർത്തുമെന്നതിൽ സംശയമില്ല. അറബിക്കടലിനും വേമ്പനാട്ട് കായലിനും ഇടയിൽ പച്ചപ്പട്ട് പോലെ നീണ്ടുകിടക്കുന്ന പ്രകൃതി സൗന്ദര്യവും തനതായ ജീവിത ശൈലിയും കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദ്വീപ് സമൂഹം. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലൊന്ന്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ സുപ്രധാനമായ ഒന്ന്. അതാണ് വൈപ്പിൻ. 1957 മുതൽ 2011 വരെ ഞാറയ്ക്കൽ മണ്ഡലം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം 2011 പുനർനിർണയത്തോടെയാണ് വൈപ്പിൻ എന്ന പേരിൽ ഒരു പ്രത്യേക മണ്ഡലമായി മാറിയത്. കൊച്ചി താലൂക്കിലെ എടവനക്കാട്, എളങ്കുന്നപ്പുഴ, കുഴുപ്പിള്ളി, നായരമ്പലം, ഞാറയ്ക്കൽ, പള്ളിപ്പുറം എന്നീ 6 ഗ്രാമപഞ്ചായത്തുകളും കണയന്നൂർ താലൂക്കിലെ കടമക്കുടി, മുളവുകാട് എന്നീ 2 ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന് 8 ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ തീരദേശ മണ്ഡലം. മത്സ്യബന്ധനവും ടൂറിസവുമാണ് ഇവിടുത്തെ പ്രധാന ജീവനോപാധികൾ. KN ഉണ്ണികൃഷ്ണനാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. കൊച്ചി നഗരവുമായി ഗോശ്രീ പാലങ്ങൾ ബന്ധിപ്പിക്കപ്പെടുന്നതോടെ വലിയ വികസന സാധ്യതകൾ വൈപ്പിന് മുന്നിലുണ്ടെങ്കിലും ഒരു ദ്വീപ് സമൂഹം എന്ന നിലയിലുള്ള ഭൂമിശാസ്ത്രപരമായ പരിമിതികളും വെല്ലുവിളികളും ഏറെയാണ്. ഈ വെല്ലുവിളികളെ അതിജീവിച്ച് വൈപ്പിനെ ഒരു ആധുനിക സുസ്ഥിര ജനവാസ കേന്ദ്രമാക്കി മാറ്റാൻ സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനം കൂടിയേ തീരൂ. വൈപ്പിന്റെ ഈ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തേകാൻ സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി എങ്ങനെയാണ് ഒരു നിർണായക പങ്കുവഹിക്കുന്നത്?
തീരദേശത്തിന്റെ ജീവനാഡിയായ തീരദേശ ഹൈവേയും ദ്വീപുകളെ തമ്മിലും കരയുമായും ബന്ധിപ്പിക്കുന്ന പുതിയ പാലങ്ങളും മുതൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമാകുന്ന വിപണന കേന്ദ്രങ്ങളും പുതുതലമുറയ്ക്ക് വെളിച്ചം പകരുന്ന സ്കൂളുകളും ദാഹമകറ്റുന്ന കുടിവെള്ള പദ്ധതികളും വരെ വിവിധ മേഖലകളിൽ കിഫ്ബി നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ചും അവ വൈപ്പിന്റെ തീരദേശ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. കേരളം എങ്ങനെ വികസിക്കണം എന്നതിനെക്കുറിച്ചുള്ള പുതുമയാർന്ന ചിന്തയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമാണ് കിഫ്ബി. സംസ്ഥാനത്തിന്റെ വലിയ ദീർഘകാല അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ആവശ്യമായ ആയിരക്കണക്കിന് കോടി രൂപ സാധാരണ ബജറ്റ് വരുമാനത്തെ മാത്രം ആശ്രയിക്കാതെ കിഫ്ബി പ്രത്യേക മാർഗങ്ങളിലൂടെ കണ്ടെത്തുന്നു. ഇങ്ങനെ കണ്ടെത്തുന്ന പണം വിദഗ്ധ സമിതികളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും അംഗീകാരത്തിനും ശേഷം ഓരോ മേഖലയിലെയും വൈദഗ്ധ്യമുള്ള സർക്കാർ ഏജൻസികൾ അഥവാ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകൾ വഴി പദ്ധതി നിർവഹണത്തിനായി കൈമാറുന്നു. പദ്ധതികളുടെ ഓരോ ഘട്ടത്തിലും കർശനമായ ഗുണനിലവാര പരിശോധനയും ഓൺലൈൻ നിരീക്ഷണവും ഉറപ്പാക്കുന്നു. ഇനി വൈപ്പിൻ മണ്ഡലത്തിൽ കിഫ്ബി പ്രകാശം പരത്തുന്ന പ്രധാന പദ്ധതികളിലേക്ക്. വൈപ്പിൻ ദ്വീപിന്റെ നീണ്ടുകിടക്കുന്ന ഭൂപ്രകൃതി കാരണം റോഡ് ഗതാഗതം തന്നെയാണ് പ്രധാന ആശ്രയം. എന്നാൽ നിലവിലുള്ള പ്രധാന പാതയുടെ വീതി കുറവും വർദ്ധിച്ചു വരുന്ന വാഹന പെരുപ്പവും കാരണം യാത്ര പലപ്പോഴും ദുഷ്കരമാകാറുണ്ട്. തീരദേശ മേഖലയുടെ സമഗ്രവും സുസ്ഥിരവുമായ വികസനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കിഫ്ബി നടപ്പാക്കുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തീരദേശ ഹൈവേയുടെ നിർമ്മാണം. അതോടൊപ്പം ദ്വീപുകളെ തമ്മിലും പ്രധാന കരയുമായും ബന്ധിപ്പിക്കുന്ന പുതിയ പാലങ്ങളും നിലവിലുള്ള റോഡുകളിലെ നവീകരണവും വൈപ്പിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരമാകും. ഒരു 100 കൊല്ലത്തെ വൈപ്പിൻകരയിലെ ജനതയുടെ സ്വപ്നമായിരുന്നു മുനമ്പം അഴീക്കോട് പാലം. അത് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് മുന്നേയുള്ള പൂർവികർ ആഗ്രഹിച്ച ഒരു പാലമാണ്. തൃശ്ശൂർ ജില്ലയുമായും എറണാകുളം ജില്ലയുമായി ബന്ധിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. 146 കോടി രൂപയുടെ മുനമ്പം അഴീക്കോട് പാലം അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന ജനുവരി ഫെബ്രുവരി മാസത്തിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയത്തക്ക തരത്തിൽ അതിൻ്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു. അങ്ങേയറ്റം ആഹ്ലാദകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണത്. അതുപോലെ തന്നെ തീരദേശ റോഡ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിൽ എറണാകുളം ജില്ലയിൽ 2 പ്രധാനപ്പെട്ട റീച്ചാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയും, ഫോർട്ട് കൊച്ചി കഴിഞ്ഞാൽ പുതുവൈപ്പ് മുതൽ മുനമ്പം വരെ ഏതാണ്ട് 25-26 കിലോമീറ്റർ തീരദേശം പങ്കുവെക്കുന്ന 14.5 മീറ്റർ വീതിയിലുള്ള തീരദേശ റോഡ്. അത് വലിയ, പ്രത്യേകിച്ച് വൈപ്പിൻ മണ്ഡലത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ അത് വലിയ ഒരു കുതിച്ചുചാട്ടമായിരിക്കും. അതിൻ്റെ ഭാഗമായി കിഫ്ബിയുടെ പൊതുവിൽ കേരളത്തിൽ ആയിരക്കണക്കിന് കോടി രൂപ അതിന് കിഫ്ബി മാറ്റിവെച്ചിട്ടുണ്ടെന്നുള്ളത് സന്തോഷകരമാണ്. അതിലേതാണ്ട് 237 കോടി രൂപയോളം സ്ഥലമെടുപ്പിനും അതിൻ്റെ റോഡ് വികസനത്തിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വൈപ്പിൻ മണ്ഡലത്തിലാണ് ചെലവഴിക്കുന്നത്. ആ തീരദേശ റോഡ് വരുമ്പോൾ സ്വാഭാവികമായും മനോഹരമായ ഫോർട്ട് കൊച്ചി അഴിമുഖം, ഫോർട്ട് കൊച്ചിയും വൈപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അഴിമുഖത്ത് ആ തീരദേശ റോഡ് മുറിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, കേരളത്തിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ചും നിയമസഭയിലും ഞാനത് ഉന്നയിച്ചതാണ്, നിവേദനമായി മുഖ്യമന്ത്രിക്ക് നൽകിയതാണ്. അതിലേറ്റവും മനോഹരമായിട്ടുള്ള ഈ അഴിമുഖം തീരദേശ റോഡ് മുറിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ നൽകിയ നിർദ്ദേശം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അത് ഒരു തുരങ്കപാതയാണ്, കടലിനടിയിലൂടെയുള്ള ഒരു ടണൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംരംഭമായിരിക്കും, ഒരുപാട് ടൂറിസം പൊട്ടൻഷ്യലുള്ള ഒരു സംഭവമായിരിക്കും. സർക്കാരിൻ്റെ നിവേദനം പരിഗണിക്കുകയും അതിൻ്റെ ഭാഗമായി കേരളയിലൊരു സാധ്യതാ പഠനം നടത്തി സർക്കാരിൻ്റെ പരിഗണനയിൽ അത് ഉണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായം ലഭിച്ചാലേ ആ പദ്ധതി പൂർണ്ണമാകൂ. ഏതാണ്ട് 1500 കോടിയിൽ അധികം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് ആ ടണൽ നിർമ്മാണം. അത് വരുമ്പോൾ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ വൈപ്പിൻ മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിന്റെ തീരദേശത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന സ്വപ്ന പദ്ധതിയാണ് തീരദേശ ഹൈവേ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ഈ പാതയുടെ 2ാം റീച്ചായ പുതുവൈപ്പ് മുതൽ മുനമ്പം വരെയുള്ള 17 കിലോമീറ്റർ ഭാഗം പൂർണ്ണമായും വൈപ്പിൻ മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ നിർണായക പാതയുടെ നിർമ്മാണത്തിനായി കിഫ്ബി 238 കോടി 66 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയിരിക്കുന്നത്. പദ്ധതിയുടെ വിശദമായ രൂപരേഖ തയ്യാറാക്കൽ
ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 91 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. കടൽ തീരത്തിന് സമാന്തരമായി ആവശ്യമായ സ്ഥലങ്ങളിൽ നിലവിലുള്ള റോഡുകൾ പ്രയോജനപ്പെടുത്തിയും പുതിയ പാത നിർമ്മിച്ചുമാണ് ഇത് യാഥാർത്ഥ്യമാക്കുക. ഇത് പൂർത്തിയാകുന്നതോടെ വൈപ്പിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, അതായത് എളങ്ങുന്നപ്പുഴ പുതുവൈപ്പ് മുതൽ പള്ളിപ്പുറം മുനമ്പം വരെ യാതൊരു തടസ്സവുമില്ലാതെ സുഗമവും വേഗതയേറിയതുമായ യാത്ര സാധ്യമാകും. ഇത് വെറുമൊരു റോഡല്ല, ടൂറിസം വികസനത്തിന് വലിയ സാധ്യതകൾ തുറന്നിടുന്ന, മത്സ്യബന്ധന മേഖലയിലെ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ വിപണിയിലെത്തിക്കാൻ സഹായിക്കുന്ന, വൈപ്പിന്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ഒരു വികസന ഇടനാഴിയാണ്. സൈക്കിൾ യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും പ്രത്യേക പാതകൾ ഉൾപ്പെടെ ആധുനിക രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം വിഭാവനം ചെയ്തിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി വൈപ്പിൻകാരും കൊടുങ്ങല്ലൂരുകാരും ഒരുപോലെ സ്വപ്നം കണ്ട പദ്ധതിയാണ് അഴീക്കോട് മുനമ്പം പാലം. മുനമ്പം അഴിമുഖത്തിന് കുറുകെ വൈപ്പിൻ ദ്വീപിനെ തൃശൂർ ജില്ലയിലെ അഴീക്കോടുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഈ പാലം വെറുമൊരു യാത്രാമാർഗമല്ല, രണ്ട് ജില്ലകൾ തമ്മിലുള്ള, രണ്ട് തീരദേശങ്ങൾ തമ്മിലുള്ള സാംസ്കാരികവും വാണിജ്യപരവുമായ ബന്ധത്തിന്റെ പാലം കൂടിയാണ്. ഈ അഭിമാന പദ്ധതിക്കായി കിഫ്ബി 200 കോടി 14 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിനകം 81 കോടി 46 ലക്ഷം രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൈമാറിയതോടെ പാലം പണി അതിവേഗം പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ നിലവിൽ മുനമ്പത്ത് നിന്ന് ജങ്കാറ് കയറി അക്കരെ കടക്കാൻ എടുക്കുന്ന സമയവും ബുദ്ധിമുട്ടും പൂർണ്ണമായും ഒഴിവാകും. വൈപ്പിനിൽ നിന്ന് കൊടുങ്ങല്ലൂർ, തൃപ്രയാർ, ഗുരുവായൂർ ഭാഗങ്ങളിലേക്കുള്ള ദൂരം ഗണ്യമായി കുറയും. മുനമ്പം ഹാർബറിന്റെ വികസനത്തിനും ടൂറിസം സാധ്യതകൾക്കും ഇരു തീരങ്ങളിലെയും ജനങ്ങളുടെ പരസ്പരമുള്ള യാത്രകൾക്കും ഇത് നൽകുന്ന ഉത്തേജനം വളരെ വലുതായിരിക്കും. വൈപ്പിൻ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണെങ്കിലും പ്രധാന ദ്വീപിൽ നിന്ന് വേറിട്ട് കായലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നിരവധി ചെറിയ ദ്വീപുകൾ കടമുക്കുടി പഞ്ചായത്തിലുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന യാത്രാമാർഗം ഇപ്പോഴും വള്ളങ്ങളും ബോട്ടുകളുമാണ്. ഈ യാത്രാ ദുരിതത്തിന് വലിയൊരളവിൽ പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടാണ് കിഫ്ബി കടമുക്കുടി പിഴല പാലത്തിന്റെ നിർമ്മാണത്തിന് 43 കോടി 87 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിരിക്കുന്നത്. വൈപ്പിനിലെ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഉൾനാടൻ പാലങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അത്തരത്തിലൊന്നാണ് നായരമ്പലം ഹെർബർട്ട് പാലം. ഇതിന്റെ പുനർനിർമ്മാണത്തിനായി കിഫ്ബി 10 കോടി 39 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ചെറിയൊരു തുക കൈമാറിയിട്ടുണ്ട്. ഈ പാലം പൂർത്തിയാകുന്നത് നായരമ്പലം ഞാറയ്ക്കൽ പഞ്ചായത്തുകൾക്കിടയിലുള്ള യാത്ര സുഗമമാക്കും. വൈപ്പിൻ ദ്വീപിന്റെ നട്ടെല്ലായ പ്രധാന പാതയാണ് വൈപ്പിൻ പള്ളിപ്പുറം റോഡ്. ഈ റോഡിലെ വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്ക് ഒരു വലിയ പ്രശ്നമാണ്. ഇതിനൊരു പരിഹാരമായി ഒരു സമാന്തര പാത നിർമ്മിക്കാനുള്ള സാധ്യത കിഫ്ബി പരിശോധിച്ചു വരികയാണ്. ഈ പദ്ധതി നിലവിൽ കിഫ്ബിയുടെ പരിഗണനയിലാണ്. ഇതിന് അംഗീകാരം ലഭിക്കുകയും യാഥാർത്ഥ്യമാവുകയും ചെയ്താൽ അത് വൈപ്പിനിലെ ഗതാഗത സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. വൈപ്പിന്റെ ജീവനും ജീവനോപാധിയുമാണ് കടലും മത്സ്യബന്ധനവും. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. എന്നാൽ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിന് ന്യായമായ വില ലഭിക്കാനും അത് ശുചിത്വമുള്ള സാഹചര്യങ്ങളിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനുമുള്ള സൗകര്യങ്ങൾ പലപ്പോഴും അപര്യാപ്തമാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ വഴി കിഫ്ബി നടപ്പാക്കുന്ന മത്സ്യ വിപണന അടിസ്ഥാന സൗകര്യ ശക്തിപ്പെടുത്തൽ പദ്ധതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. സംസ്ഥാനത്തെ 5 ജില്ലകളിലായി നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് കീഴിൽ വൈപ്പിൻ മണ്ഡലത്തിലെ പ്രധാന മത്സ്യ ലാൻഡിംഗ് സെന്ററുകളിലും മാർക്കറ്റുകളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കാൻ സാധ്യതയുണ്ട്. ശുചിത്വമുള്ള തറകൾ, സ്റ്റീൽ മേശകൾ, ഐസ് പ്ലാന്റുകൾ, ശീതീകരണ സംവിധാനങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെ ലഭ്യമാകും. ഇത് മത്സ്യത്തിന്റെ ഗുണമേന്മ നിലനിർത്താനും തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കാനും ഉപഭോക്താക്കൾക്ക് നല്ല മത്സ്യം ലഭ്യമാക്കാനും സഹായിക്കും. തീരദേശ മേഖലയിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും പുതുതലമുറയ്ക്ക് മികച്ച പഠനാവസരങ്ങൾ ഒരുക്കാനും കിഫ്ബി പ്രതിജ്ഞാബദ്ധമാണ്. വൈപ്പിൻ മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ കിഫ്ബി നടത്തുന്ന ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നീ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്ന വിവിധ സ്കൂൾ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ വൈപ്പിനിലെ നിരവധി സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ആലപ്പുഴ, എറണാകുളം, കോട്ടയം, ഇടുക്കി ക്ലസ്റ്റർ 28-ന് 18.6 കോടി രൂപയും എറണാകുളം, ആലപ്പുഴ, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലെ മറ്റൊരു ക്ലസ്റ്ററിന് 10.2 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇവയിലൂടെ സ്കൂളുകൾക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ,
ടോയ്ലറ്റ് ബ്ലോക്കുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കാൻ സാധിക്കുന്നു. ഓരോ മണ്ഡലത്തിലെയും ഒരു സ്കൂള് 5 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ എറണാകുളം ജില്ലയ്ക്കായി അനുവദിച്ച 10 കോടിയിൽ വൈപ്പിൻ മണ്ഡലത്തിലെ ഒരു സ്കൂളിനും പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. ഇത് മറ്റ് സ്കൂളുകൾക്കും ഒരു മാതൃകയാവുകയാണ്. ഈ പദ്ധതികളെല്ലാം ചേർന്ന് വൈപ്പിനിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ ഉണർവാണ് നൽകുന്നത്. ആരോഗ്യം, അന്ത്യകർമ്മങ്ങൾക്കായുള്ള സൗകര്യം, നൈപുണ്യ വികസനം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളിലും കിഫ്ബിയുടെ ശ്രദ്ധ എത്തുന്നു. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് നിർമ്മാണ പദ്ധതിയുടെ പ്രയോജനം വൈപ്പിൻ മണ്ഡലത്തിലെ പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ലഭിക്കും. ഇത് പകർച്ചവ്യാധി പ്രതിരോധത്തിന് അത്യാവശ്യമാണ്. കാലപ്പഴക്കം ചെന്ന ശ്മശാനങ്ങൾ നവീകരിക്കുന്നതിനും പുതിയവ നിർമ്മിക്കുന്നതിനുമുള്ള ഇംപാക്ട് കേരള ലിമിറ്റഡിന്റെ പദ്ധതിക്ക് കീഴിൽ വൈപ്പിനിലെ പഞ്ചായത്തുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. KDISC നടപ്പിലാക്കുന്ന സ്കിൽ ഇക്കോസിസ്റ്റം വികസന പദ്ധതി വൈപ്പിനിലെ യുവജനങ്ങൾക്കും ടൂറിസം, മത്സ്യബന്ധന അനുബന്ധ വ്യവസായങ്ങൾ, IT തുടങ്ങിയ മേഖലകളിൽ പുതിയ തൊഴിൽ നൈപുണ്യങ്ങൾ നേടാൻ അവസരമൊരുക്കും. ചുറ്റും കായൽ വെള്ളമാണെങ്കിലും ശുദ്ധമായ കുടിവെള്ളം കിട്ടാക്കനിയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു വൈപ്പിനിലെ പല ഒറ്റപ്പെട്ട ദ്വീപുകളിലും, പ്രത്യേകിച്ച് കടമക്കുടി പഞ്ചായത്തിൽ. ഈ ദുരിതത്തിന് അറുതി വരുത്താൻ കേരള വാട്ടർ അതോറിറ്റി വഴി കിഫ്ബി നടപ്പാക്കുന്ന കടമക്കുടി പഞ്ചായത്തിലെ ജലവിതരണ ശൃംഖല ശക്തിപ്പെടുത്തൽ പദ്ധതി വലിയൊരു കാൽവെപ്പാണ്. 12 കോടി രൂപയുടെ ഈ പദ്ധതിക്കായി 7 കോടി 36 ലക്ഷം രൂപ കൈമാറിക്കഴിഞ്ഞു. പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചും സംഭരണശേഷി വർദ്ധിപ്പിച്ചും കടമക്കുടിയിലെ ഓരോ വീട്ടിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഇത് അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവിത നിലവാരത്തിനും നൽകുന്ന ആശ്വാസം വാക്കുകൾക്ക് അതീതമാണ്. അപ്പോൾ ഈ പദ്ധതികളെല്ലാം ചേർന്ന് വൈപ്പിന്റെ വികസന ക്യാൻവാസിൽ കിഫ്ബി വരയ്ക്കുന്ന ചിത്രം എത്ര വലുതാണെന്ന് നോക്കൂ. കിഫ്ബിയുടെ ഈ സാമ്പത്തിക കരുത്തിൽ വൈപ്പിൻ ഒരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ വലിയ പദ്ധതികളെല്ലാം, പ്രത്യേകിച്ച് തീരദേശ ഹൈവേയും പാലങ്ങളും, വൈപ്പിന്റെ ലോലമായ തീരദേശ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ ഏറ്റവും മികച്ച ഗുണനിലവാരത്തോടെ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. പദ്ധതി നിർവഹണത്തിലെ സുതാര്യതയും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടുള്ള മുന്നോട്ടുപോക്കും അനിവാര്യമാണ്. പരിഗണനയിലുള്ള വൈപ്പിൻ പള്ളിപ്പുറം സമാന്തര പാത പോലുള്ള പദ്ധതികൾക്കും വേഗത്തിൽ തീരുമാനമെടുത്ത് അംഗീകാരം നൽകുന്നത് വൈപ്പിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് കൂടുതൽ ആശ്വാസം നൽകും. ചുരുക്കത്തിൽ ഗതാഗതം, മത്സ്യബന്ധനം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യം തുടങ്ങി വൈപ്പിന്റെ സമഗ്രവും സുസ്ഥിരവുമായ പുരോഗതിക്ക് അടിത്തറയിടുന്നതിൽ കിഫ്ബി ഒരു നിർണായക പങ്കാളിയാവുകയാണ്. ഈ പദ്ധതികൾ പൂർണ്ണമായി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രകൃതി രമണീയമായ ഈ ദ്വീപ് സമൂഹം വികസനത്തിന്റെ കാര്യത്തിലും കേരളത്തിന്റെ ഭൂപടത്തിൽ തലയുയർത്തി നിൽക്കും. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.